എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ പഴമൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ഈ പഴം കുറച്ച് ദിവസം വെച്ചിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോവും, അല്ലെങ്കിൽ പഴുത്തു പോവും. പിന്നെ അതിനൊരു കറുത്ത കളറൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം പഴം ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു 10-15 ദിവസം വരെ അതെങ്ങനെ കേടാവാതെ അധികം പഴുത്തു പോവാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ പഴം വാങ്ങുമ്പോൾ തന്നെ അധികം പഴുക്കാത്ത പഴം നോക്കി വാങ്ങുകയാണെങ്കിൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങുന്ന പഴം കുറച്ച് പഴുത്ത് പോയ പഴമാണെങ്കിൽ അതെങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴം സൂക്ഷിച്ച് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 2-3 പഴം ആ പടലയിൽ നിന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ തണ്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, ഞെട്ട് വരുന്നത്, ആ ഭാഗത്ത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പഴം പെട്ടെന്ന് പഴുത്തു പോവില്ല. അപ്പോൾ പഴം ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, ആ ഞെട്ട് വരുന്ന ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലൂമിനിയം ഫോയിൽ വെച്ച് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുമ്പോൾ പഴം പെട്ടെന്ന് പഴുക്കാതെ കുറച്ച് നാൾ, അതായത് ഒരു 10-15 ദിവസം വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആ മൊത്തത്തിൽ പടല എടുത്തിട്ട് അത് കവർ ചെയ്താലും മതി. പക്ഷേ ഒത്തിരി പടലയിൽ നമ്മൾ അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ എയർ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എയർ ടൈറ്റായിട്ട് നമ്മൾ ആ നെറ്റ് കവർ ചെയ്ത് വെക്കുകയാണെങ്കിലാണ് അത് പഴുക്കാതെ ഇരിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓരോന്നെടുത്ത് കവർ ചെയ്ത് വെക്കുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഈ അലൂമിനിയം ഫോയിൽ നമ്മൾ കളയണമെന്ന് ആവശ്യമില്ല. ഇത് നമുക്ക് പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാണെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഇത് ഉപയോഗിച്ച് പാത്രം കഴുകുകയാണെങ്കിൽ പാത്രമൊക്കെ നല്ല ക്ലീനായിട്ട് വെളുത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.